Friends, ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അടിപൊളി പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സോ ഗൈസ്, കുറച്ച് മെത്തേഡ് ഉണ്ട്, അത് ജസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ഐക്കണുണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയി നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ എത്തും. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ റൈറ്റ് നൗ. ആദ്യമായി പൊറോട്ട തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. മൈദ, പാം ഓയിൽ, ഡാൽഡ, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്, കുക്കിംഗ് സോഡ, പഞ്ചസാര. ഒരു പാത്രത്തിൽ ഇതുപോലെ നമുക്ക് മൈദ എടുക്കാം. ഒപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, കുക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു മുട്ടയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ വെള്ളം എടുക്കേണ്ടത് നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ് ഇവിടെ എടുക്കുക. കാരണം ഫ്രിഡ്ജിലെ വെള്ളം അല്ലെങ്കിൽ അധികം ചൂടുള്ള ഒക്കെ ആണെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. നല്ല പരുവത്തിൽ നല്ല സ്റ്റിക്കി പോലെ നമ്മൾ കുഴച്ചെടുക്കേണ്ടതാണ്. എന്നാലേ നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. സോ ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കിച്ചൺ കൗണ്ടറിൽ നല്ലതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പാം ഓയിലും അതുപോലെ ഡാൽഡ ചേർത്ത ഓയിൽ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മാവെടുത്തതുപോലെ നമുക്ക് സ്ട്രെച്ചായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ ഉള്ളിൽ ആ സോഫ്റ്റ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടു പോകും. സോ ഇതുപോലെ നല്ലതുപോലെ നമ്മൾ പ്രഷർ കൊടുത്ത് തന്നെ ശരിക്കും സ്ട്രെച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്കറിയാവുന്ന രീതിയിലും ഇത് കുഴച്ചെടുക്കാം. പക്ഷേ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് വളരെയധികം സോഫ്റ്റായി കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പല രീതിയിലും ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് നല്ല ഒരു മെത്തേഡാണ്. ദയവ് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് നമ്മുടെ പൊറോട്ടയ്ക്ക് കിട്ടും. ഇതിനോടൊപ്പം ഇടയ്ക്ക് നമ്മൾ ഓയിലും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് കൂടുതലായി സോഫ്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഏകദേശം നല്ല പരുവമായിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് നേരം എടുത്തു വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒരു നനഞ്ഞ തുണി എടുത്ത് ഇതുപോലെ പൊതിഞ്ഞ് എടുത്തു വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ മാവ് കട്ടിയായി പോകാൻ സാധ്യത കൂടുതലാണ്. ആ സോഫ്റ്റ്നെസ്സും നഷ്ടപ്പെടും. 1 മണിക്കൂറിന് ശേഷം എടുത്ത മാവ് ഏകദേശം ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കുറച്ചുകൂടെ ഓയിലൊന്ന് ആഡ് ചെയ്ത് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ടും രണ്ടാമത് സ്ട്രെച്ച് ചെയ്ത് അതൊന്ന് വലിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ബബിൾസ് ആവശ്യത്തിന് വലിപ്പത്തിൽ ഇതുപോലെ എടുത്ത് സ്ക്യൂസ് ചെയ്ത് നമുക്കെടുക്കാം. ഒരുപാട് വലുതുമാകരുത്, തീരെ ചെറുതുമാകരുത്, ഒരു മീഡിയം സൈസിലായിരിക്കണം. ഏകദേശം 15 മുതൽ അരമണിക്കൂർ വരെ നമുക്ക് ഇതുപോലെ നനഞ്ഞ തുണിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടും. ശേഷം എടുത്ത് നമുക്ക് കൈ കൊണ്ടിങ്ങനെ ടാപ്പ് ചെയ്ത് അത് എക്സ്ട്രാക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പൊറോട്ട നല്ലതുപോലെ അടിച്ചു കൊടുക്കാം. അടിക്കാൻ അറിയാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്കും വേറൊരു മെത്തേഡ് കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയുന്നുണ്ട്, അത് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊറോട്ട ഒന്ന് വലിപ്പം കൂടുകയും അതുപോലെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് പൊറോട്ട അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. തീർച്ചയായും ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. നല്ലതുപോലെ പൊറോട്ട വലിപ്പത്തിലും അതുപോലെ നല്ല സോഫ്റ്റും നല്ല ഒരു മയം ഉണ്ടാവും കഴിക്കാൻ. നമുക്കിതുപോലെ
അടിച്ചെടുത്തിട്ട് നമ്മുടെ 4 ഭാഗങ്ങളും ഇതുപോലെ നമുക്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്തെടുക്കാം. പൊറോട്ടയുടെ ആ സൈസൂടെ വലിപ്പം കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാ പൊറോട്ടയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ ചുരുട്ടിയെടുത്ത് റൗണ്ടാക്കി നമുക്ക് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പൊറോട്ട അടിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ പൊറോട്ട കയ്യിലെടുത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദയവായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. വീണ്ടും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, പൊറോട്ട വലിപ്പം തന്നെ ഒത്തിരി വലുതായിട്ടുണ്ട്. ഏകദേശം കിച്ചൺ കൗണ്ടർ വരെ കവറാവുന്ന രീതിയിലുള്ള അത്രത്തോളം വലുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡസ്റ്റ് നമുക്ക് മൈദ ഡസ്റ്റ് ആഡ് ചെയ്യാം. എന്നാൽ മൈദ ഡസ്റ്റ് ആഡ് ചെയ്താൽ അത് ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് വേറൊരു മെത്തേഡാണ്. ഇപ്പോൾ പൊറോട്ട അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. വലിയ സ്ട്രക്ചറിലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചപ്പാത്തി റോൾ ഉരുട്ടി കൊടുത്ത് അതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കിയെടുക്കാം. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മൈദമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണത്. ഇനി ഏതെങ്കിലും സൈഡിൽ നിന്നോ അല്ലെങ്കിൽ 2 സൈഡിൽ നിന്നോ ഒരുപോലെ നമുക്ക് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിന് ചെറുതായിട്ടൊന്ന് വലിച്ച് റൗണ്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മാറ്റി വെച്ച നമ്മുടെ പൊറോട്ട എടുത്ത് ഇതുപോലെ ചുടാൻ പാകത്തിന് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്ത് ചൂടായ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഓയിൽ നല്ലതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡ്രൈ ആകാൻ ചാൻസ് കൂടുതലാണ്. ഏകദേശം വേവായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം എത്ര ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്, എത്ര സിമ്പിളായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള കറിയുടെ ഒപ്പം ചേർത്ത് കഴിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.